അറിയുന്നെങ്കിൽ, തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിലേക്ക് മുക്കിയിട്ടറിഞ്ഞില്ലെങ്കിൽ അതെന്ത് നിസ്കാരമാവാപ്പാ, അതെന്ത് നിസ്കാരമാ ചെറുപ്പക്കാരാ. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് തളർന്ന് താഴെ വീഴുകയാ. അവിടെ നിന്ന് തളർന്ന് താഴെ വീണു. പടച്ചവനെ, ബോധം നഷ്ടപ്പെട്ടു. വൈദ്യന്മാര് മുറിവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഉർവതങ്ങൾക്ക് ബോധം വരാൻ. ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ, സങ്കടമാകുമല്ലോ. അതുകൊണ്ട് അവര് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെയാണ് പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഒരാൾ ഓടി വരികയാണ്. ഉർവതങ്ങളുടെ കുടുംബക്കാരനാണ് ഓടി വരുന്നത്. എവിടെ ഉർവതങ്ങൾ, എവിടെ, എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ കുടുംബക്കാരൻ പറയുകയാണ്, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകന് അതാ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചു മാറ്റിയ വേദന. അതാ അടുത്ത പരീക്ഷണം തന്റെ പൊന്നാര മകനപടന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അവസാനം ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ, നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. തന്റെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെട്ടു. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങള്, ഏറ്റവും ചെറിയ മകന് മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്ഭുതമായി. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. മകന് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. എന്തേതങ്ങള്, എന്തേതങ്ങള്. കാല് മുറിച്ചു മാറ്റിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണ്? ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. എന്തിനാ തങ്ങളെ പൊന്നുമോ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അല്ലാഹു ഒരു മോനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞു കഴിയുമ്പോ ഉർവതങ്ങളിരുന്ന് കരയുകയാ, ഉർവതങ്ങളിരുന്ന് കരയുകയാ. കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ കരയാത്ത മനുഷ്യര്, തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കരയാത്ത മനുഷ്യര്, പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചത് കാരണമാണോ? മകൻ മരിച്ചത് കാരണമാണോ? ഉർവതങ്ങൾ പറഞ്ഞു, അല്ല. ഇനി ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി രണ്ട് കാലില്ലല്ലോ, ഇനി രണ്ട് കാലില്ലല്ലോ, ഒറ്റ കാലല്ലേ ഉള്ളൂ. ഇനി അല്ലാഹുവിന്റെ മുമ്പിൽ പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, ആലസ്യം അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, നീ സ്വർഗത്തിലാ. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കണം. ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും. അല്ലാഹു എന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കൊതുവ് കടിച്ചാൽ നമ്മൾ അറിയും. ഒരു പ്രാണി നമ്മുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒന്നും ശബ്ദം വെച്ചുകൊണ്ടുപോയാൽ നമ്മൾ അറിയും.
ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയം കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കാണിക്കുന്ന എന്താന്ന് ചിന്തിക്ക്. നമ്മുടെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസ് തന്നെ മാറി നിന്ന് ചിരിക്കും, ഇവ എന്ത് വല്ലാ കാണിക്കണേ. നമ്മുടെയൊക്കെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസിന് തന്നെ ചിരി വരും. അതാ നമ്മുടെ നിസ്കാരം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ,